ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം യൂസിങ് ഐസോക്വാൻസ് എന്ന ടോപ്പിക്കാണ്. ഇത് തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന ടോപ്പിക്കിൽ വരുന്ന ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണിത്. ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയത്തിൻ്റെ ഡെഫിനിഷനാണ്. എ പ്രൊഡ്യൂസർ achieves equilibrium when they produce a given quantity of output using an optimum combination of inputs, minimizing production cost or maximize output for a given cost. പ്രൊഡ്യൂസർ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇൻപുട്സിൻ്റെ ഒപ്റ്റിമം കോമ്പിനേഷൻസ് യൂസ് ചെയ്യുന്നു. സോ ഇതിലൂടെ ഒരു ഇക്വിലിബ്രിയം കിട്ടുന്നു. കൂടാതെ ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കോസ്റ്റിലേക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. An isoquants represent all possible combination of two factors, usually labor and capital, that can produce a given level of output. Isoquants also called production indifference curves because the producer is indifferent to the combination of inputs as long as the output level remains the same. ഒരു നിശ്ചിത ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമായിട്ടുള്ള ടു ഫാക്ടേഴ്സ്, സാധാരണയായിട്ട് ലേബറും ക്യാപിറ്റലും, അതിൻ്റെ എല്ലാ കോമ്പിനേഷൻസിനെയാണ് ഐസോക്വാൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ ഐസോക്വാൻറ്റിന് പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കർവ് എന്നും പറയുന്നു. ഔട്ട്പുട്ട് ലെവൽ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഇൻപുട്സിൻ്റെ കോമ്പിനേഷൻസ് പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് ആക്കുന്നു. അടുത്തത് ഐസോക്വാൻസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. As more of one input is used, less of the other is required to maintain the same output. ഡൗൺവേർഡ് സ്ലോപ്പിൽ ഒരു ഇൻപുട്ട് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഔട്ട്പുട്ട് ലെവൽ സെയിം ആക്കാൻ വേണ്ടി മറ്റൊരു ഇൻപുട്ട് എന്ത് ചെയ്യുന്നു, കുറയ്ക്കേണ്ടി വരുന്നു. അടുത്ത പോയിൻ്റാണ് കോൺവെക്സ് ടു ദ ഒറിജിൻ. Based on the principle of diminishing marginal rate of technical substitution, which shows that as more labor is used, less capital is needed. ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനെ അടിസ്ഥാനമാക്കി ലേബർ കൂടുതൽ ഉപയോഗിച്ചാൽ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, കുറവ് യൂസേ ഉള്ളൂ, കുറവ് മതി. നമുക്ക് ഈ ഗ്രാഫിൽ കാണാൻ സാധിക്കും, K1 എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ L1 എന്താണ്, കുറവാണ്. അതേപോലെ തന്നെ K4 എന്ന് പറയുന്നത് ഏറ്റവും ലീസ്റ്റ് ആണെങ്കിൽ L4 എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അടുത്ത പോയിൻ്റാണ് നോ ഇൻ്റർസെക്ഷൻ. ഐസോക്വാൻസ് കനോട്ട് ഇൻ്റർസെക്റ്റ് ബിക്കോസ് വൺ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് കനോട്ട് പ്രൊഡ്യൂസ് ടു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഐസോക്വാൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇൻപുട്സിൻ്റെ ഒരു കോമ്പിനേഷനിൽ രണ്ട് ഔട്ട്പുട്ട് ലെവൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അടുത്ത പോയിൻ്റാണ് ഹയർ ഐസോക്വാൻസ് ഇൻഡിക്കേറ്റ് ഹയർ ഔട്ട്പുട്ട് ലെവൽ. ആസ് യു മൂവ് ടു ഹയർ ഐസോക്വാൻസ് ദ ഔട്ട്പുട്ട് ഇൻക്രീസസ്. നമ്മൾ ഇവിടെ ഹയർ ഐസോക്വാൻസിൽ ഔട്ട്പുട്ട് കൂടുതലാണ്. സോ ഹയർ ഐസോക്വാൻസ് ഇൻഡിക്കേറ്റ് ഹയർ ഔട്ട്പുട്ട് ലെവൽ. നമുക്കിവിടെ കാണാൻ സാധിക്കും K1 L1 കൂടുതൽ ഐസോക്വാൻസ് എന്ന് പറയുന്ന ലൈന് റെപ്രസെൻ്റ് ചെയ്യുന്നത് 100 യൂണിറ്റ്സ് ആണ്. ഇവിടെ K2 അതിനേക്കാൾ കൂടുതലായിട്ടുള്ള K2 L2 ലൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 200 യൂണിറ്റ്സ് ആണ്. സോ ഹയർ ഐസോക്വാൻസ് ഇൻഡിക്കേറ്റ് ഹയർ ലെവൽ ഓഫ് ഹയർ ഔട്ട്പുട്ട്സ് ലെവൽ. അടുത്ത പോയിൻ്റാണ് എക്സ്പെക്റ്റേഷൻസ് ടു ദ നോർമൽ ഷേപ്പ് ഓഫ് ആൻ ഐസോക്വാൻറ്റ്. അതിൽ രണ്ട് ഷേപ്പാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ലീനിയർ ഐസോക്വൻസും എൽ ഷേപ്പും. ഇൻ ലീനിയർ ഐസോക്വൻസ്, when labor and capital are perfect substitutes, isoquants are straight line with a constant marginal rate of technical substitution. ലേബർ ക്യാപിറ്റൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ഐസോക്വൻസ് സ്ട്രെയിറ്റ് ലൈൻ ആവുന്നു. കൂടാതെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഓരോ ഫാക്ടറും ആഡ് ചെയ്യുമ്പോഴും ഈക്വൽ എമൗണ്ട് ഓഫ് അതർ ഫാക്ടേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്നു. അടുത്ത പോയിന്റ് എൽ ഷേപ്ഡ് ഐസോക്വൻസ്. ഇഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റ്സ്, ഐസോക്വൻസ് ടേക്ക് an L shape, meaning both the input must be used in fixed proportion.
ലേബറും ക്യാപിറ്റലും കോംപ്ലിമെൻ്റ് ആണെങ്കിൽ ഐസോക്വൻസ് എൽ ഷേപ്പ് ആവുന്നു. ഇവിടെ ലേബറും ക്യാപിറ്റലും ഒരു നിശ്ചിത പ്രൊപ്പോർഷനിൽ യൂസ് ചെയ്യുന്നു. അടുത്ത പോയിൻ്റാണ് ഐസോക്വൻറ്റ് മാപ്പ്. എ സെറ്റ് ഓഫ് ഐസോക്വൻറ്റ് ഷോയിങ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഫോംസ് ആൻഡ് ഐസോക്വൻറ്റ് മാപ്പ് വേർ ഹയർ ഐസോക്വൻറ്റ് റെപ്രസെൻറ്റ് ഹയർ പ്രൊഡക്ഷൻ ലെവൽ. ഡിഫറെൻ്റ് ഔട്ട്പുട്ട് ലെവൽസ് കാണിക്കുന്ന ഐസോക്വൻസിൻ്റെ സെറ്റിനെയാണ് ഐസോക്വൻറ്റ് മാപ്പ് എന്ന് പറയുന്നത്. ഹയർ ഐസോക്വൻസ് ഹയർ ലെവൽ ഓഫ് പ്രൊഡക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അടുത്ത പോയിൻ്റാണ് ഐസോകോസ്റ്റ് ലൈൻ. An isocost line showing various combination of input, labor and capital that firm can purchase with a given budget. The slope of the isocost line is determined by the price ratio of two inputs. The equation of the isocost line is slope equal to PL by PK, where PL is the price of labor and PK is the price of capital. ഐസോകോസ്റ്റ് ലൈൻ ഒരു നിശ്ചിത ബഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് ഫേമിന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന വിവിധ ഇൻപുട്സിൻ്റെ കോമ്പിനേഷൻസ് കാണിക്കുന്നതാണ്, ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും. സോ ഐസോകോസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ടു ഇൻപുട്സിൻ്റെ പ്രൈസ് റേഷ്യോ ആണ്. ദാറ്റ് മീൻസ് സ്ലോപ്പ് ഈക്വൽ ടു പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ബൈ പ്രൈസ് ഓഫ് ലേബർ. അടുത്ത പോയിൻ്റാണ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. അതിൽ രണ്ട് കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് കോസ്റ്റ് മിനിമൈസേഷനും മറ്റേത് ഔട്ട്പുട്ട് മാക്സിമൈസേഷനും. സോ ഫസ്റ്റ് പോയിന്റ് കോസ്റ്റ് മിനിമൈസേഷൻ ഫോർ എ ഗിവൺ ഔട്ട്പുട്ട്. The producer is at equilibrium when the isoquant is tangent to the lowest possible isocost line. At this point, the slope of the isoquant and isocost line are equal. Marginal rate of technical substitution, labor and capital, that is equal to price of labor divided by price of capital. This implies that the ratio of marginal product of labor and capital equals to the ratio of their prices. ഐസോക്വൻറ്റ് ഏറ്റവും താഴെയുള്ള ഐസോകോസ്റ്റ് ലൈനിനോട് ടാൻജൻ്റ് ആയപ്പോൾ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. സോ ഇതാണ് കോസ്റ്റ് മിനിമൈസേഷനിൽ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം ആകാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഐസോക്വൻറ്റ് ഏറ്റവും താഴെയുള്ള ഐസോകോസ്റ്റ് ലൈനിനോട് ടാൻജൻ്റ് ആകുമ്പോൾ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിലാവുന്നു. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് ഐസോക്വൻറ്റ് സ്ലോപ്പും ഐസോകോസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പിനോട് തുല്യമായിരിക്കും. ദാറ്റ് മീൻസ് സ്ലോപ്പ് ഓഫ് ഐസോക്വൻറ്റ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ഐസോകോസ്റ്റ് ലൈൻ. Therefore, the ratio of marginal product of labor and capital equals to the ratio of their prices. അടുത്ത പോയിൻ്റാണ് ഔട്ട്പുട്ട് മാക്സിമൈസേഷൻ. The producer maximize output when the isocost line is tangent to the highest possible isoquant. The conditions for equilibrium are the same as the cost minimization case, with the slope being equal at the point of tangency. ഐസോകോസ്റ്റ് ലൈൻ ഏറ്റവും ഉയർന്ന ഐസോക്വൻറ്റിനോട് ടാൻജൻ്റ് ആകുന്നു. ഇതാണ് ഔട്ട്പുട്ട് മാക്സിമൈസേഷനിൽ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം കാണിക്കുന്നത്. സോ ഇവിടെയും ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ കോസ്റ്റ് മിനിമൈസേഷൻ്റെ പോലെ തന്നെയാണ്. ദാറ്റ് മീൻസ് ടാൻജൻ്റ് സ്ലോപ്പുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അടുത്ത പോയിൻ്റാണ് റിഡ്ജ് ലൈൻസ്. റിഡ്ജ് ലൈൻ റെപ്രസെൻറ്റ് ദ ബൗണ്ടറീസ് within which the inputs are used efficiently. Outside these lines, production is inefficient as the marginal product of one of the factor becomes zero. The area between the ridge line is known as economic region of production. Inputs efficient ആയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ, ദാറ്റ് മീൻസ് ഇൻപുട്സിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ലേബറിൽ മാർജിനൽ പ്രൊഡക്ട്സ് സീറോ ആവുന്നത് കാണിക്കുന്ന ഐസോക്വൻസിൻ്റെ ബൗണ്ടറീസ് ആണ് റിഡ്ജ് ലൈൻ എന്ന് പറയുന്നത്. ഈ ലൈനിൻ്റെ പുറത്ത് പ്രൊഡക്ഷൻസ് ഇന്നെഫിഷ്യൻ്റ് ആകുന്നു. ദാറ്റ് മീൻസ് മാർജിനൽ പ്രൊഡക്ട്സ് സീറോ ആകുന്നു. ഇവിടെ നമുക്ക് ഈ ഗ്രാഫിൽ കാണാൻ സാധിക്കും അപ്പർ റിജിഡ് ലൈൻ. അത് നമുക്ക് ക്യാപിറ്റൽ റിജിഡ് ലൈൻ എന്നും വിളിക്കാം. ഇവിടെ ഈ പോയിൻറ്റ്സുകൾ എ ബി സി ഡി എന്ന പോയിൻറ്റ്സുകൾ കൂട്ടിച്ചേർത്തിട്ട്
ദാറ്റ് മീൻസ് എ പ്ലസ് സി പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന ഇതിനെ നമുക്ക് ഈ ലൈനിനെ നമുക്ക് ക്യാപിറ്റൽ റിജിഡ് ലൈൻ എന്ന് പറയാം. ഈ പോയിന്റ്സിൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് 0 ആകുന്നു. ദാറ്റ് മീൻസ് ഈ പോയിന്റ്സിൽ ലേബർ കോൺസ്റ്റന്റ് ആകുമ്പോൾ ക്യാപിറ്റൽ കൂട്ടിയാലും ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യുന്നില്ല. ഇ എഫ് ജി എച്ച് എന്നീ പോയിന്റുകൾ കൂട്ടിച്ചേർത്തിട്ട് ഇ പ്ലസ് എഫ് പ്ലസ് ജി പ്ലസ് എച്ച് എന്നൊരു ലൈൻ ഉണ്ടാകുന്നു. ഇവിടെ ഈ ലൈന് നമുക്ക് ലേബർ റിഡ്ജ് ലൈൻ എന്ന് വിളിക്കാം. ഈ ലോവർ റിഡ്ജ് ലൈന് നമുക്ക് ലേബർ റിഡ്ജ് ലൈൻ എന്നും വിളിക്കാം. ഈ പോയിന്റ്സിൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്നത് 0 ആണ്. സോ ഇവിടെയും ലേബറിൽ ക്യാപിറ്റൽ കൂട്ടാതെ ഇവിടെ നമുക്ക് ലേബർ കൂട്ടുമ്പോൾ ഔട്ട്പുട്ടിൽ കൂടുതൽ മാറ്റം ഉണ്ടാകുന്നില്ല. ഈ റിഡ്ജ് ലൈൻ്റെ ഇടയിലുള്ള ഏരിയ ആണ് എക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെക്നിക്കൽ എഫിഷ്യൻ്റ് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ എന്നും വിളിക്കും. ഈ റീജിയനിൽ ഇൻപുട്ടിൻ്റെ ദാറ്റ് മീൻസ് ക്യാപിറ്റലും ലേബറിൻ്റെയും യൂസ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷനെ കാണിക്കുന്നു. എക്കണോമിക് റീജിയൻ്റെ പുറത്ത് ഇൻപുട്സിൽ ലേബർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആഡ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ ഇൻക്രീസ് ചെയ്യുന്നില്ല. ഈ ഒരു ഏരിയനെ ഇന്നെഫിഷ്യൻ്റ് ഏരിയ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ഈ ഏരിയയെ ടെക്നിക്കൽ ഇന്നെഫിഷ്യൻ്റ് ഏരിയ എന്നും പറയാം. സോ കൺക്ലൂഡ് ചെയ്ത് നമുക്ക് പറയാം, റിഡ്ജ് ലൈന് എഫിഷ്യൻ്റ് പ്രൊഡക്ഷൻ്റെ ബൗണ്ടറീസ് ആണ്. റിഡ്ജ് ലൈൻ്റെ അകത്ത് പ്രൊഡക്ഷൻ എഫിഷ്യൻ്റ് ആണ്, എന്നാൽ പുറത്ത് ഇന്നെഫിഷ്യൻ്റ് ആണ്. കൂടാതെ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയത്തിൽ കോസ്റ്റ് മിനിമൈസോ ഔട്ട്പുട്ട് മാക്സിമൈസോ ചെയ്യുമ്പോൾ ഐസോക്വന്റ് ഐസോകോസ്റ്റ് ലൈനോട് ടാൻജൻ്റ് ആകുമ്പോഴാണ് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിലാകുന്നത്. സോ ആ ടൈമിൽ ഐസോക്വന്റിൻ്റെ സ്ലോപ്പ് ഐസോകോസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പിനോട് തുല്യമായിരിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്